സിനിമാ സീരിയൽ താരം ദിലീപ് ശങ്കറിനെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മരണകാരണം എന്തെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. രാഹുൽ ജീനാഥ് വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, തീർത്തും അവ്യക്തത ഉള്ള കുറെ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് മുൻപിലുള്ളത്. ഒന്നും സ്ഥിരീകരിക്കപ്പെടുന്ന തരത്തിലേക്ക് ഒരു വിവരവും ഇനിയും ലഭ്യമായിട്ടില്ലായിരുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്ന് നൽകാനുള്ളത്? അതുതന്നെയാണ് ആ മരണകാരണം എന്താണ് എന്നുള്ളതിൽ അവ്യക്തത തന്നെയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. കാരണം ഈ മരണവാർത്ത അറിയുമ്പോൾ കേൾക്കുന്ന ആസ്വാദകർക്ക് ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു അങ്കലാപ്പാണ് ഈ ഇപ്പോൾ നിലവിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന പഞ്ചാഗ്നി സിനിമയിലെ അണിയറ പ്രവർത്തകർക്കും ഉള്ളത്. കാരണം ഈ ഷൂട്ടിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് വന്നയാളാണ്, എറണാകുളം സ്വദേശിയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ഈ പെട്ടെന്നൊരു വിയോഗം അത് അവരെയും ഞെട്ടിപ്പിക്കുന്നുണ്ട്. കാരണം ആകെ ഇദ്ദേഹത്തിന് കരൾ സംബന്ധമായൊരു അസുഖമുണ്ട്, അതിൻ്റെ ആകുലതകളുണ്ട്, അത് ശ്രദ്ധിക്കാതെ നടക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ എന്തായാലും കണ്ടോൺമെൻറ് പോലീസ് ഉള്ളിലുണ്ട്. ഇൻക്വസ്റ്റ് നടപടി ഉൾപ്പെടെ നടക്കുകയാണ്. പിന്നെ ഇനി ഫോറൻസിക് സംഘം എത്തേണ്ടതായുണ്ട്. അത്തരത്തിൽ ഈ പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചധികം നീളും. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മളിപ്പോൾ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന തോമസ് ചേട്ടനുണ്ട്. ചേട്ടാ, അദ്ദേഹം ഹോട്ടലിൽ ഉണ്ടായിരുന്നല്ലോ, കഴിക്കാനൊക്കെ വരുമായിരുന്നു? കഴിക്കാൻ വരുമായിരുന്നു, ഇടയ്ക്ക് റെസ്റ്റോറൻറ്റിലൊന്നും കഴിക്കുമായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വരും, പിന്നെ ഷൂട്ടിന് പോകും. ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് വരാറുള്ളൂ. വൈകിട്ട് കഴിച്ചിട്ടായിരിക്കും വരുക. രാവിലെ മാത്രമേ കഴിക്കാൻ ഇറങ്ങി വരാറുള്ളൂ. കഴിഞ്ഞ 2 ദിവസത്തേക്ക് വന്നിരുന്നോ? ഇത് വന്നിരുന്നില്ല. ഈ ഫുഡ് ഏർപ്പാടാക്കുന്നത് ഈ സീരിയൽ ആൾക്കാർ തന്നെയാണ്? അതെല്ലാം പ്രൊഡക്ഷൻ എന്നാണ്. അപ്പോൾ ഈ 2 ദിവസം കാണാഞ്ഞപ്പോഴത്തേക്കൊരു സംശയം ഇല്ല, അത് നമുക്ക് ഷൂട്ടിന് പോയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഷെഡ്യൂൾ കഴിഞ്ഞു കാണും എന്ന് നമ്മൾ വിചാരിക്കുന്നു. നിങ്ങളെ കോൺടാക്ട് ചെയ്തില്ലായിരുന്നു ഈ സീരിയലിലെ ആൾക്കാർ? ഇല്ല, കോൺടാക്ട് ചെയ്യുക അങ്ങനെ കോൺടാക്ട് ചെയ്യാറ്, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാറില്ല. അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഇവിടുന്ന് ഓപ്പറേഷൻ മാനേജർ അലോട്ട് ചെയ്യുന്ന നമ്പർ റൂമിലേക്ക് മാത്രമാണ് നമ്മൾ ഫുഡ് കൊടുക്കാറ്, അല്ലെങ്കിൽ അവർ ബില്ല് സൈൻ ചെയ്ത് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം കുറേ ദിവസത്തേക്ക് ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു അല്ലേ? എത്ര ദിവസത്തേക്കാണെന്ന് എനിക്കറിയില്ല. അത് റിസപ്ഷനിലോ അല്ലെങ്കിൽ അവിടെ ബന്ധപ്പെട്ട സ്ഥലത്ത് നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും ഇത് ഇപ്പോൾ പോലീസ് വന്നപ്പോഴാണ് സംഭവം അറിയുന്നത്. 2 ദിവസമായിട്ട് കാണാത്തതുകൊണ്ട് അവിടുത്തെ റൂം തുറക്കുന്നില്ല എന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് അതിൻ്റെ ഇല്ലീഗൽ ആയിട്ട് തന്നെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് പോലീസിനോട്. അദ്ദേഹം റൂമിൽ കൊടുക്കുകയല്ല, റെസ്റ്റോറൻറ്റിൽ വന്നാണ് കഴിക്കുന്നത് അല്ലേ? അവസാനമായി വന്നതെന്നാണ് ഓർമ്മയുണ്ട്? ഇല്ല, ഓർമ്മയില്ല. അപ്പോൾ അത് തന്നെയാണ്, അദ്ദേഹം റൂമിൽ കൊണ്ടുപോയി ആഹാരം നൽകുകയല്ല, മറിച്ച് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റൂമിലേക്ക് കൊണ്ടുപോയി ഈ ആഹാരം നൽകേണ്ട ഒരു ഘട്ടമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരാൾ പെട്ടെന്ന് അദ്ദേഹം മുറിയിലുള്ള ആൾ കഴിക്കാൻ വന്നില്ലല്ലോ, അല്ലെങ്കിൽ ആഹാരം കൊടുക്കാൻ പോയപ്പോൾ മുറി തുറന്നില്ലല്ലോ എന്നുള്ള സംശയങ്ങളൊന്നും അവിടെ വരുന്നില്ല. പിന്നീട് 2 ദിവസം അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ ഇല്ലായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഈ സീരിയലിൻ്റെ ഷെഡ്യൂൾ, അദ്ദേഹത്തിൻ്റെ ഷൂട്ടിൻ്റെ ഷെഡ്യൂളെല്ലാം മുൻകൂട്ടി നേരത്തെ ആക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന ഒരു വ്യവസ്ഥയിലായിരുന്നു ഇവിടെ എത്തിയത്. സംവിധായകനും അത് നമ്മളോട് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഈ അസുഖമുണ്ടായിരുന്നു, അതിൻ്റെ പ്രശ്നങ്ങൾ ചികിത്സയും എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ച റെസ്റ്റോറൻറ്റ് ചുമതലയുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത് റെസ്റ്റോറൻറ്റിൽ എത്തിയാണ് ഇദ്ദേഹം ആഹാരം കഴിക്കാറുണ്ടായിരുന്നത്. റെസ്റ്റോറൻറ്റിലെത്തി ആഹാരം കഴിക്കുന്നു. അതുകൊണ്ട് തന്നെ 2 ദിവസം വരാഞ്ഞപ്പോൾ ഷൂട്ടിന് പോയി കാണും, അവിടെ നിന്ന് കഴിച്ച് കാണുമെന്ന് മാത്രമാണ് ഇവർ ചിന്തിക്കുന്നതിന് ശേഷമാണ് പിന്നീട് ആളുകളെല്ലാം ഈ പ്രൊഡക്ഷൻ കൺട്രോൾ എത്തുന്നു. പിന്നെ പോലീസ് വന്നപ്പോൾ മാത്രമാണ് കാര്യം അറിയുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇവിടെ ഉള്ള ജീവനക്കാരുമായി എത്ര സംസാരിക്കുകയോ അങ്ങനെ ബന്ധം സ്ഥാപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ ആയിരുന്നു ഈ സീരിയൽ പ്രവർത്തിക്കുമ്പോഴും. കാരണം ഫോൺ വിളിച്ചാൽ അങ്ങനെ എപ്പോഴും എടുക്കുന്നയാളല്ല, അത്യാവശ്യമുണ്ടെങ്കിൽ തിരിച്ചു വിളിക്കുന്ന ആളാണ്. എന്തായാലും 19-ാം തീയതിയാണ് ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത്. സീരിയലിൻ്റെ അണിയറ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക്, ഇവിടെ ആർട്ടിസ്റ്റുകൾക്കെല്ലാം ഇവിടെ തന്നെയാണ് താമസം. അപ്പോൾ അവർക്ക് ഉൾപ്പെടെ ബുക്ക് ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെ ബുക്ക് ചെയ്ത് കൊടുത്ത ഹോട്ടലാണ് ആരോമ ഹോട്ടൽ. 19-ാം തീയതിയാണ് ബുക്ക് ചെയ്യുന്നത്. 2 ദിവസമായി ഫോണിൽ ലഭിക്കുന്നില്ല. അങ്ങനെയാണ് പ്രൊഡക്ഷൻ കൺട്രോളിൽ നിലവിലെത്തുന്നത്. ഇപ്പോൾ എന്തായാലും കണ്ടോൺമെൻറ് പോലീസ് ഉള്ളിലുണ്ട്. ഇൻക്വസ്റ്റ് നടപടി ഉൾപ്പെടെ പുരോഗമിക്കുകയാണ്. ശരി, രാഹുൽ ജീനാഥാണ് വിവരങ്ങൾ നൽകുന്നത്. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പുരോഗമിക്കുന്നു.